ഓം നമ ശിവായ. പക്ഷെ അതിൽ കൂടുതൽ അവർക്ക് ഉപയോഗപ്പെടുന്നത് സിൽവ മെഡിറ്റേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പോലീസുകാർക്കായാലും എക്സൈസുകാർക്കായാലും ഏത് ഗവൺമെന്റ് ഇതിനുള്ള ആൾക്കാർക്കും ആർക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് സിൽവ മെഡിറ്റേഷൻ. കാരണം അതിന്റെ ബെനിഫിറ്റ്സ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതും ഹിപ്നോസിസും രണ്ടും രണ്ടാണ്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ഓൾറെഡി എ പ്രോബ്ലം മെന്റലി, അതിനെ തീർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുതിയ സംഭവം പഠിച്ചെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ്. രണ്ടും രണ്ടാണ്, മനസ്സിലായോ? ഹിപ്നോസിസ് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു, സിൽവ മെഡിറ്റേഷൻ അവർക്ക് വേണ്ടി ചെയ്യുന്നു. കാരണം പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു പുതിയ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും പോസിബിൾ അല്ലല്ലോ. മൈൻഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കൂ, നിങ്ങളൊന്നും മറക്കുന്നില്ല ജീവിതത്തില്. ഇപ്പൊ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് അവരുടെ അമ്മയുടെ മുഖം ഓർമ്മയുണ്ടാവും, അവർ ആദ്യം ജീവിച്ചിരുന്ന വീട് ഓർമ്മയുണ്ടാവും, അവർ ആദ്യം പഠിച്ച സ്കൂൾ ഓർമ്മയുണ്ടാവും, അവിടുത്തെ ടീച്ചർ ഓർമ്മയുണ്ടാവും. ആരും ഒന്നും മറക്കുന്നില്ല. നമ്മൾ കുറെ കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ചിലപ്പോ നമ്മൾക്ക് അതൊന്നും സ്ലിപ്പായി. നോർമലി ഇപ്പൊ നമുക്ക് വരുന്ന മെമ്മറി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഡിമെൻഷ്യ ആയാലും അത് വളർന്നു വരുന്ന അൽഷൈമേഴ്സ് ആയാലും ഒക്കെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടാണല്ലോ കൂടുതലായിട്ടും. അങ്ങനെ ഒരു കൂടുതലും വരുന്ന അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഈ മെന്റൽ ഇതില് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരുമ്പോഴാണ് നിങ്ങൾ വേറൊരാളെ കൺസൾട്ട് ചെയ്യുന്നത്. അവിടെ വരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞതൊന്നും ആവില്ല, വേറെ പലതുമായി മാറാം. ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞു, 1.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആത്മാവാണ് ഒരു ലേഡിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു സംഭവമാണ്, കർമ്മയാണ്. ഇപ്പൊ അല്ല, ഞാൻ പറയാണ്, നമുക്ക് ഇതിനൊക്കെ നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരെ നമുക്ക് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് നമ്മളാ പോയ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളുടെ മുമ്പിൽ അവരുടെ ആ വീട്ടില് ട്രിവാൻഡ്രത്തിന്റെ ഒരു കേസ് നമ്മൾ അറ്റൻഡ് ചെയ്തത് വളരെ രസകരമായ ഒരു കേസായിരുന്നു. അതെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അവിടെ മുമ്പ് ജീവിച്ചിരുന്ന ആ വീടിന്റെ അവരെ ബന്ധുവല്ല, ആ പഴയ വീടിന്റെ ഓണർ. അപ്പൊ അവര് അവിടെ മക്കളെല്ലാം പോയി, ഈ അമ്മ തനിച്ചായിരുന്നു വീട്ടിൽ താമസം. അപ്പം ഭക്ഷണം ഒന്നും കിട്ടാതെ ഈ ജനലിൽ വന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അവസാനം അങ്ങനെ മരണപ്പെട്ടു പോയ ഒരാളാണ്. അപ്പം ഈ വീട്ടിൽ പിന്നീട് അവിടെ താമസക്കാർ വരുമ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് വളരെ അത്ഭുതകരമായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ശരിക്കും ഈ കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ആ നോട്ടത്തിൽ നമുക്കറിയാം അവന്റെ ആ കണ്ണുകളില് ആ ആദരവ്, ഒരു എക്സൈറ്റ്മെന്റ്, പെട്ടെന്ന് ആ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ വളരെ രസകരമായിട്ടുള്ള കുറെ സംഭവങ്ങൾ. രസകരം ഇൻ ദ സെൻസ് നമുക്ക് അതെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് രസകരം. പക്ഷെ അനുഭവിക്കുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഈ പറഞ്ഞ 1.5 വയസ്സുള്ള കുട്ടിയുടെ കാര്യം പറഞ്ഞോളാം. ഈ അവരുടെ അമ്മയ്ക്ക് അനുഭവിക്കുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ്. നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ പുതിയൊരു സംഭവം നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഇതിനകത്ത്. അത് ഹിപ്നോതെറാപ്പിയില് ഞാൻ ഇതുവരെ കണ്ടിടത്തോളം കൊണ്ട് പല തരത്തിലുള്ള കേസുകൾ ഞാൻ കാണുന്നുണ്ട്. 1ഉം 2ഉം അല്ല, പല തരത്തിൽ നിന്ന് ഒരാൾ വരുന്ന പ്രശ്നമില്ല അടുത്ത ആൾക്കുണ്ടാവും. ഇപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞാൻ എത്ര ആൾക്കാരെ മാറ്റി മാറ്റി നോക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന നിങ്ങളുടെ യാത്രയിൽ ഇപ്പം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ESP വർക്ക് ചെയ്യുന്നത് പലർക്കും ഈ സൈപ്പൊട്ടൻഷ്യൽസ് വർക്ക് ചെയ്യുക, കൂടുതലായിട്ട് ഡ്രഗ്സ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ലിക്കർ കഴിക്കുമ്പോഴോ ചില പർട്ടിക്കുലർ മെഡിസിൻസ് കഴിക്കുമ്പോഴോ ഒക്കെ അവര് ഇങ്ങനെ പല കാഴ്ചകൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങയുടെ യാത്രയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിദ്ധി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഗതി ഡെവലപ്ഡ് ആയതായിട്ട്? ഇല്ലില്ല, അതൊരു ടെമ്പററി ഫിനോമിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കഞ്ചാവ് വലിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പാർട്ടികൾ, അവരിതുപോലെ പെട്ടെന്നൊരു ഇൻഡ്യൂട്ടീവ് ആയിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ടെമ്പററി ഫിനോമിനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊരു പെർമനന്റ് ഫിനോമിനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പലരും അങ്ങനെ ആ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ പറയും, പക്ഷെ ആരും ശ്രദ്ധിക്കില്ല. കാരണം എന്താണ്, ഇവര് നല്ല അടിച്ച് കിറങ്ങിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യില്ല. അങ്ങനെ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് പലരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടു. തിരിച്ച് ഈ ഒറിജിനൽ സൈപ്പൊട്ടൻഷ്യൽസ് ഉള്ള ആൾക്കാർക്ക് മനോരോഗികളാണെന്നുള്ള വ്യാജേന മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് അങ്ങനെ വന്ന എക്സ്പീരിയൻസുകളുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ആരും വന്നിട്ടില്ല. ഈ നമ്മുടെ ഞാൻ ഈ സിദ്ധി എന്ന് പറയുന്നത് സാറിപ്പോ ഉദ്ദേശിച്ച സിദ്ധികളാണല്ലോ. അങ്ങനെയുള്ള മനുഷ്യരെ
ടെമ്പററി ആയിട്ട് ഓരോന്നൊക്കെ പറയുന്നതും ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഫുൾ സിദ്ധി എന്ന് അവർ ക്ലെയിം ഈ രണ്ട് സ്റ്റേറ്റുകൾ ഇപ്പൊ ഉന്മാദം ഉന്മിനി എന്ന് പറഞ്ഞ രണ്ട് സ്റ്റേജിലുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ സ്പിരിച്വൽ എവല്യൂഷൻ വരുമ്പോഴത്തേക്കും, പക്ഷെ ഇതിന്റെ രണ്ടൊരു സയൻസ് കറക്റ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ണ് ചുവന്നിരിക്കുക അല്ല അങ്ങനെ കുറെ സയൻസ് വരും. അപ്പൊ ഉന്മാദ അവസ്ഥയാണോ അത് ഉന്മിനി അവസ്ഥയാണോ എന്ന് തിരിച്ചറിയാം. ഇപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്നത് ഉന്മിനി അവസ്ഥയിലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്പിരിച്വൽ മാഡിനസ് നമുക്ക് വിളിക്കാം. പക്ഷെ അല്ലാത്തൊരു മനുഷ്യൻ, നോർമലി ഉള്ളൊരു മനുഷ്യനായിരിക്കുന്ന ഒരാള് പെട്ടെന്ന് പർട്ടിക്കുലറായ സാഹചര്യങ്ങൾ കൊണ്ട് അയാൾ അബ്നോർമൽ ആയിട്ട് നമുക്ക് തോന്നുന്നത് അത് ഉന്മാദാവസ്ഥ. പക്ഷെ ഇതിന്റെ സിംറ്റംസ് പലപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ അതിലേതെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തിരുവനന്തപുരത്ത് എന്റെ പെട്ടെന്ന് മെമ്മറിയിൽ വരുന്ന തിരുവനന്തപുരത്ത് ലാസ്റ്റ് വന്ന ക്ലാസ്സിൽ വന്ന ഒരാള്, അവര് ഭഗവതിയുടെ ഇതാന്ന് പറഞ്ഞിട്ടാണ് നാവെല്ലാം പുറത്തേക്ക് ഇട്ട് വല്ലാത്തൊരു അവസ്ഥയില്. അല്ല, ഈ ഒരു കാലത്ത് അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഉണ്ട്. ഞാൻ പറയുന്നത് എന്താണെങ്കിൽ അത് അവരുടെ ഒരു മാനസികാവസ്ഥ മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ആ ഒരു ടൈമിൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു മെന്റൽ പ്രോബ്ലം ആണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭഗവതി ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിൽ കയറാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മീൻസ് ഒരാളുടെ ശരീരത്തിൽ ഭഗവതി കയറില്ല. അത് അതല്ല ഞാൻ പറയുന്നത്, അത് ഒരു ടെമ്പററി ഫിനോമിന, ആ സമയത്തേക്ക് മാത്രമുള്ളതാണ്. അതിനകത്തും 90% റിയൽ അല്ല എന്നുള്ള സാറിന് അറിയാം, എനിക്ക് പറയാം. ഒറിജിനൽ അതാ പറഞ്ഞത്, 90% കുറിച്ച് ഇപ്പൊ ഒരു വിമർശനം വന്നത് എന്നതാണ്. കാരണം അതിനകത്ത് പുള്ളി അവതരിപ്പിച്ച കഥാപാത്രം നോർമലി എന്താണ് ഒരു ഇതായിട്ട് അസാൻമാർഗമായിട്ട് നടക്കുന്ന ഒരാളാണ്, മദ്യപിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നിട്ട് അയാള് അവസാനം പോയിട്ട് വിഗ്രഹത്തിൽ തുപ്പുകയൊക്കെ ചെയ്യുമ്പോൾ ഒറിജിനലി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ശരിക്കും അത്രയും ടിപ്പിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇത് കിട്ടാറുണ്ട്. കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ പോയി ചോറ്റാനിക്കര ഇപ്പൊ തന്നെ അത് കണ്ടല്ലോ, പുറത്തുനിന്നൊരു വിദേശം വന്നിട്ട് ചോറ്റാനിക്കരൊക്കെ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ 90% ഇതിനകത്ത് കാണിക്കുന്ന വയറ്റുപഴപ്പിന് വേണ്ടി കാണിക്കുന്ന. ഞാൻ ചോദിച്ചു വന്നത് ഈ സന്നിവേശം എന്ന് പറഞ്ഞിട്ട് അതൊരു നമുക്ക് സംഭവിക്കാവുന്ന ഒരു സംഭവമാണ്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? അങ്ങനത്തെയാണ് ഞാനിപ്പോ ഈ പറഞ്ഞ ട്രിവാൻഡ്രത്തെ കേസ്. ഞാൻ അവരോട് പലവട്ടം ഞാൻ പറഞ്ഞു, അവരോട് ഈ പ്രശ്നം ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞു. അവരൊന്നും മാറ്റണ്ട. കാരണം ഇതുകൊണ്ട് എനിക്ക് ഒരു ശല്യമില്ല. അത് മാത്രമല്ല, അത് എനിക്ക് ആവശ്യമാണ്. അതെന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പലരും മുമ്പിൽ വരുമ്പോ അവർക്ക് അനുഗ്രഹം കൊടുക്കാനും കാര്യങ്ങൾ പറയാൻ. ഞാൻ ചോദിച്ചത് അതൊക്കെ അല്ലാതെ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഈ പ്രവചനം നടത്തുന്ന ചില ആൾക്കാർ. അല്ല, ഈ ലേഡി പ്രവചനം നടത്തുന്ന പാർട്ടിയാ. ഞാൻ കുറെ പേര് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ എനിക്ക് ആ ഒരു ട്രാൻസ് കണ്ടിട്ടുണ്ട്. കാരണം ഒരു ലേഡി അവര് ഇപ്പൊ ഇതുപോലെ അവരുടെ കേസുകൾ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വിളിക്കും, അങ്ങനെ പോകും. അപ്പൊ അവരിങ്ങനെ അവസാനം സർപ്പമായിട്ട് ഇങ്ങനെ ഇത് പോയിട്ട് ഇങ്ങനെ സ്റ്റെപ്പുകളിലൂടെ ഇഴഞ്ഞ് അത് ഒരിക്കലും സാധാരണ ഒരാൾ ചെയ്യാൻ പറ്റില്ല. വളരെ അസാധാരണമായിട്ടുള്ളൊരു രീതിയാണ്. അപ്പൊ അതില് ഒരു പയ്യനോട് ഒന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് ആ സ്പോട്ടില് നാരങ്ങ എടുത്തെറി വന്നു. അത് നമുക്ക് ഒരിക്കലും, കാരണം തിരിഞ്ഞങ്ങോട്ടിരിക്കുന്ന ഒരാളാണ്, കാണാനായിട്ട് യാതൊരു സാധ്യതയില്ല. പക്ഷെ ഈ ക്ലിക്ക് സൗണ്ട് പോലും ഇല്ല. ജസ്റ്റ് മൊബൈലില് ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് ഇങ്ങനെ വെക്കുന്നതും ആ സ്പോട്ടിൽ അത് എറി വന്നായിരുന്നു. അപ്പൊ അതാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ സന്നിവേശത്തെ കുറിച്ച് ഇപ്പം ധാരാളം ഇത് വരുന്നുണ്ട്. റിയൽ ആയിട്ട് ഞാൻ കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് ആരും അങ്ങനത്തെ വന്നിട്ടില്ല. പക്ഷെ അവർക്ക് ഇതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അവരങ്ങനത്തെ ഒന്നും. ഇനി ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഈ മനോരോഗങ്ങൾ സാധാരണ നോർമൽ ആയിട്ടുള്ള ഈ ലഘു മനോരോഗങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള സൈക്കഡലിക് സ്റ്റേജുകളൊക്കെ ഇത്ര പ്രായം മുതൽക്ക് ശേഷമേ വരാവൂ, അങ്ങനെ ഉണ്ടോ? അതേസമയം മിനിമം 10 വയസ്സിന് ശേഷം വരാം. 10 വയസ്സ്. എന്റെ അടുത്ത് ചെന്നൈന്ന് ഒരു ലേഡി വന്നിരുന്നു, അവരുടെ മകനെയും കൊണ്ട്. മകൻ ജസ്റ്റ് 16 years old, 16 വയസ്സായിട്ടുള്ളൂ. നല്ല വെൽ ടു ഡു ഫാമിലിയാണ്. ഈ ചെറുക്കൻ അമ്മയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. മനസ്സിലായോ? അമ്മയാണെങ്കിൽ ഇവനെ ജീവനായിട്ട് കൊണ്ടുനടക്കുക. പക്ഷെ ഇവന് അമ്മയോട് യാതൊരു ഇമോഷൻസും ഇല്ല. നമ്മള് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അവർക്ക്. പക്ഷെ ആ പുത്രന് മെന്റലി എന്തോ ഒരു പ്രോബ്ലമാണ്. മനസ്സിലായോ? 16 വയസ്സേ ഉള്ളൂ. 12 വയസ്സുള്ള കുട്ടി മെന്റൽ പ്രോബ്ലം ആയിട്ട് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. 12 വയസ്സേ ഉള്ളൂ, പക്ഷെ മെന്റലി പ്രോബ്ലംസ് ഉള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ പ്രായം തൊട്ട് ഇങ്ങോട്ട് ബിഹേവിയറൽ പാറ്റേൺസിൽ കാണുന്ന വേരിയേഷൻസ് ആണോ അതോ നമ്മൾ ശരിക്കും പറയുന്ന രീതിയിലുള്ള ട്രോമാ സ്റ്റേജ് മീൻസ് അങ്ങനെയുള്ള ട്രോമാസ് ആവാൻ നോക്കൂ. ഇപ്പൊ അവർക്ക് തന്നെ ഇപ്പൊ ഈ 12 വയസ്സിൽ വന്ന കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ 4 വയസ്സിലോ 3 വയസ്സിലോ അതിനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. കഴിഞ്ഞ അല്ലല്ല എത്ര വയസ്സായി? 20. അത് ഓക്കെ. അല്ല ഞാൻ ചോദിച്ചാൽ അങ്ങനെയല്ല, ഈ അല്ലാത്ത രീതിയിൽ, അതായത് മറ്റു തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമ്മള്
കൊയിലോ അദ്ദേഹത്തിന് 17ാമത്തെ വയസ്സിൽ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം അദ്ദേഹത്തിന്റെ തോട്ട്സ് വളരെ വേറിട്ട തോട്ട്സ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വീട്ടുകാർ വിചാരിച്ചു ചെക്കനെ ഭ്രാന്താണെന്ന് കൊണ്ടുപോയിന്നാണ്. പക്ഷെ പുള്ളി പിന്നെ കുറെ നാള് ഹിപ്പി സംസ്കാരത്തിന്റെ കൂടെയൊക്കെ നടന്നിട്ട് പിന്നെ പുള്ളി ആ ഒരു തരത്തിലേക്ക് ഇപ്പൊ മലയാളത്തിലെ വളരെ പ്രമുഖനായ ഒരു എഴുത്തുകാരൻ KP രാമനുണ്ണിയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഏതോ ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം ഇതുപോലെ മെഡിസിൻസ് കൊടുത്ത് മാനസിക രോഗമാണെന്ന്, അതായത് നോർമൽ സ്ട്രീമിൽ പോകുന്ന നമ്മുടെ അറിയാമല്ലോ ആ ഒരു സിസ്റ്റത്തിന്റെ അപ്പുറത്തോട്ട് പോയി പ്രകൃതിയെ കുറിച്ച് ചിന്തിക്കുക, പ്രകൃതിയെ നോക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെ അതായത് വലിയ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ആളുകളെ ഈ രീതിയിലേക്ക് ഇതാക്കി മെഡിസിൻ കൊടുത്തവരെ പിന്നെ ഭ്രാന്താക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഗതിയുണ്ട്. അല്ലെങ്കിൽ സൈക്കാട്രിന്റെ അടുത്ത് പോയി എന്താ സംഭവിക്കുക സാറിന് അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നോക്കൂ, നമ്മളെ ചിന്തകൾ എങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മൾ ആദ്യം അറിയാം. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും അല്ലെ. ഇപ്പോ എന്താ പറയാ, നമ്മുടെ ന്യൂറോൺസ് അത് വർക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ സ്ഥിരമായിട്ട് പോകുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സാറിന് അറിയാം. അത് ആ ഒരു പാത ഉണ്ടാക്കി കഴിയുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു റോട്ടിൽ കൂടെ നടക്കും, നമ്മുടെ പാടത്ത് സാറിന് അറിയാലോ, പാടവും വരമ്പൊക്കെ ഒരു വരമ്പത്തോട് നടക്കുകയാണ്. രണ്ടു വശത്തും നിറയെ പുല്ല്, നടുക്ക് മാത്രം നമുക്ക് നടക്കാനായിട്ട് സിമെന്റ് ഇട്ട പോലൊരു ഒരു പാത കാണും ഇല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നടന്ന് അതൊരു പാതയായി മാറി. പക്ഷെ പുല്ല് രണ്ട് ഭാഗത്തും ഉണ്ടാവും, സെൻട്രലിൽ ഒന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങൾ നടക്കുന്ന വഴിയാണ്. ഓക്കെ, ഇതേപോലെയാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ പാത നിങ്ങൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ റൂട്ട് കറക്റ്റായി, മനസ്സിലായി, ആ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്ന ആ പോകുന്ന രീതി കറക്റ്റായി. അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിൽ കൂടെ ആണ് അത് ഉണ്ടാക്കിയെടുത്തതെന്നുണ്ടെങ്കിൽ യു വിൽ ബിക്കം പോസിറ്റീവ്. അതേ സമയത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ച് ആ പാത ഉണ്ടാക്കിയിരിക്കുന്നതിന് വാട്ട് വിൽ ഹാപ്പൻ, നെഗറ്റീവായി മാറും. മനസ്സിലായില്ലേ? അപ്പൊ ഈ മാനസികമായിട്ടുള്ള വരുന്ന ഏത് പ്രശ്നത്തിന്റെയും ബേസിക് കാരണം എന്ന് പറയുന്നത് അവരുടെ തന്നെ ചിന്തകളാണ്. നിങ്ങളുടെ ചിന്തകള് നിങ്ങളുടെ ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ബിഹേവിയർ ഉണ്ടാക്കും. ഈ ബിഹേവിയർ തന്നെ നേരെ തിരിച്ച് നിങ്ങളുടെ ചിന്തകളായി മാറും. നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഭാഗം എവിടെയാണ് കിടക്കുന്നത്? ചിന്തകളിലാണ്. ആ ചിന്തകളെ കൺട്രോൾ ആയി കഴിയുമ്പോൾ യു വിൽ ബി ഓക്കെ. മനസ്സിലായോ? ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം അബ്ദുൽ കലാം പറഞ്ഞൊരു സംഗതി, ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻടു തോട്ട്സ് ഇൻടു ഡീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പണ്ട് നമുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഴയ ആ ഒരു അനലോഗ് ലിവിങ് സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലില് ആളുകൾക്ക് സ്വപ്നം കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല, നമ്മുടെ ദിവസസ്വപ്നങ്ങൾ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ ആ വിഷ്വൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അത് കാണാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോഴും നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇങ്ങനെ പാക്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു തിങ്കിങ് കപ്പാസിറ്റി നമുക്ക് പോവുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. നിങ്ങൾ ഇന്ന് എന്ത് നിങ്ങൾ വായിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും വായിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അല്ല, നോർമലി പറയാതെ ആൾക്കാരുടെ വായന പോയില്ലേ? ആൾക്കാരുടെ ന്യൂസ് പേപ്പർ വായിക്കുന്ന സ്വഭാവം പോലും ആർക്കും ഇല്ല. എല്ലാം മൊബൈൽ എടുത്ത് സ്ക്രോളിംഗ് മാത്രമേ ഉള്ളൂ. സോ വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങളുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വേറൊരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് നിങ്ങളെ എഫക്ട് ചെയ്യില്ലേ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ? വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞ അസുഖം കുട്ടികളിൽ വളരെ സർവ്വസാധാരണമാണ്. എത്ര സാധാരണക്കാരൻ ഒരു വീട്ടിൽ പോലും അവർ തമ്മിൽ ബന്ധം. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് 10 വയസ്സുള്ള കുട്ടിയുടെ മൊബൈൽ ഫോൺ ഞാൻ കണ്ടിരുന്നത്, യൂട്യൂബിൽ കണ്ടിരുന്നത്. ഞാൻ പറയുന്നത് എല്ലാവരും ഇപ്പൊ ഒന്നുകിൽ യൂട്യൂബില് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുക, ഷോർട്സും അതും ഇതൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. സ്വന്തം വീട്ടില് പോലും അവർ അന്യരാ. മനസ്സിലായില്ലേ? മുമ്പിൽ 4 പേര് ഇരിപ്പുണ്ടെങ്കിലും ഇവര് സംസാരം ഉണ്ടോ? ഇല്ല. എല്ലാം ഈ തോണ്ടിക്കൊണ്ടിരിക്കുക. തോണ്ടി കൈന്റെ വിരൽ തെയ്യും, എന്നാലും ഇത് തോണ്ടിക്കൊണ്ടിരിക്കും. ഇവരെന്താണ് തോണ്ടുന്നത് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. ഇപ്പൊ പോരെങ്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അല്ലേ. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സാപ്പ്. പണ്ട് വാട്സാപ്പ് മാത്രമുള്ള അത്രയ്ക്ക് ശല്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതും കൂടെ 4 ഇരട്ടിയിൽ മാറി. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഫാമിലി ശരിക്കും എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. പണ്ട് കാലത്തൊക്കെ തുടർന്ന് നമ്മൾ വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ കൂടിയിരുന്നു, ഭക്ഷണം കഴിക്കുന്ന പോലെ എല്ലാവരും കൂടി ഇരുന്നു, സംസാരിച്ചു. എത്ര ആളുണ്ടെങ്കിലും, ചിലപ്പോൾ 2 ആളാവാം 3 ആളാവാം, ആരായാലും അത്രയും പേരിരുന്നു, സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടെയാണ്. ഇന്നത്തെ കാലത്തോ തീരുമാനങ്ങൾ ആരെടുത്താലും കുഴപ്പമില്ല, ഇവിടെ മാന്തിക്കൊണ്ടിരിക്കും. ആർക്കും ഒരു മൈൻഡും ഇല്ല ഒന്നിനെ. ശരിയല്ലേ?